ഹലോ, ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ടെറേറിയം ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഫിറ്റോണിയാസ്, കുറച്ച് വെറൈറ്റി ഫിറ്റോണിയാസ് വാങ്ങിച്ചിട്ട് ടെറേറിയത്തിനകത്തൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ തപ്പി 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 നടന്നപ്പോഴാണ് നമ്മുടെ വയനാടുള്ള ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ കയ്യിൽ ഏകദേശം ഒരു 30ഓളം വെറൈറ്റീസ് ഫിറ്റോണിയാസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം മേടിച്ചിരിക്കുന്ന ഒരു 11 വെറൈറ്റി മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വേനലല്ലേ, ഫിറ്റോണിയാസിന് കൂടുതലും എന്താ പറയുക, ഭയങ്കര സെൻസിറ്റീവ് പ്ലാന്റ് ആണത്. നെയർ പ്ലാന്റ് എന്ന് പറയും. അപ്പോൾ അത് ഭയങ്കര സെൻസിറ്റീവാണ്. ഒരുപാട് വെയിലൊന്നും അതിന് കൊള്ളാനായിട്ട് പറ്റില്ല. ഷെയ്ഡിലാണ് അത് വളർത്തേണ്ടത്. അപ്പം എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു. ചേട്ടനോട് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയ സമയത്ത് വെള്ളപ്പൊക്കത്തിൽ അതെല്ലാം പോയി. വീണ്ടും ടെറേറിയം മേക്കിങ്ങിലേക്ക് കൂടുതലായിട്ട് കടന്നതോടുകൂടി ഫിറ്റോണിയാസ് കുറേ വേണ്ടി വരുന്നുണ്ട്. കാരണം ടെറേറിയംസിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന സാധനം ഫിറ്റോണിയാസ് ആണ്. അത് കുറേ വെറൈറ്റി കളേഴ്സും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പം ഇന്ന് എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 11 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഏതൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇത് പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഫിറ്റോണിയാസ് വെച്ചിട്ട് ചീഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ശരിക്കും പിടിക്കുന്നില്ല, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. 2 പാക്കിങ്ങിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പാക്കിങ്ങിൽ 5 എണ്ണോ 6 എണ്ണോ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഓരോ കട്ടിങ്സും ജിഫി ബാഗിനകത്ത് മുളപ്പിച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത് കേട്ടോ. വെറും 35 രൂപയേ ഉള്ളൂ. നമ്മുടെ ഇവിടെ നേഴ്സറികളിലൊക്കെ ഞാൻ ചെന്ന് ഇതിൻ്റെ 1-2 വെറൈറ്റീസൊക്കെ നേഴ്സറികളിൽ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ വില ചോദിച്ചപ്പോൾ അവർ 90 രൂപയൊക്കെയാണ് ഇതുപോലൊരു ചെറിയ പ്ലാന്റിന് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് ഇത്രയും വിലയൊക്കെ ഉണ്ടോയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു വലുപ്പമാണ്. ഇത് ജിഫി ബാഗിനകത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബാഗ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. ഓരോന്നും ഞാൻ എടുത്ത് കാണിക്കാം. ഓരോ വെറൈറ്റീസും അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് സാധനങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. ഇന്നലെ അയച്ചു, ഇന്നിവിടെ കിട്ടി കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. പ്ലാന്റിനൊരു വാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇതിൻ്റെ അകത്ത് 5 എണ്ണമാണ് ഉള്ളത്. ആ 5 എണ്ണം നമ്മൾ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. ഇതിനകത്ത് കൂടുതലും എനിക്ക് തോന്നുന്നു പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു കേട്ടോ. അതാ കണ്ടില്ലേ, പിങ്ക് ഷെയ്ഡാണ് കൂടുതലും. മറ്റേതിനകത്ത് റെഡും ഗ്രീനും ആയിരുന്നു. ഇതൊരു പിങ്കിൻ്റെ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഓരോ ഡിസൈനും കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് കുറച്ചും കൂടി ഡാർക്കാണ്. ഒരു ഡാർക്ക് പിങ്കും ഒരു ഗ്രീനും കൂടാണ്. ഇത് തീരെ ലൈറ്റ് പിങ്കും ഗ്രീനും കൂടിയുള്ളതാണ്. ഇതിലാണെങ്കിൽ റെഡ് കുറവും ഗ്രീൻ കൂടുതലും അങ്ങനെയൊക്കെയുള്ളതാണ്. എന്തായാലും ഒരു 6, 5, 11 പ്ലാന്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റും വെറും 35 രൂപയ്ക്കാണ് കിട്ടിയത്. ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല അടിപൊളി ഒരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഫിറ്റോണിയ. അതുപോലെ നല്ല നല്ല ഷെയ്ഡാണ്, എല്ലാത്തിനും നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇതിങ്ങനെ നല്ല ചട്ടി നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വേണമെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പോട്ടി മിക്സ്ചർ എന്താണെന്ന് നോക്കാം കേട്ടോ. കുറേ പോട്ടി മിക്സ് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന മിക്സ്ചറാണിത്. മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി, ഇത് 3ഉം ഒരേ അളവിൽ 1:1:1 എന്നുള്ള അനുപാതത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തരിമണലില്ലേ, അതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിറ്റോണിയയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. എപ്പോഴും നല്ല എന്താ പറയുക, ഊർന്നു പോകുന്ന ആ ഒരു പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 എണ്ണവും കൂടെ ഈക്വൽ അനുപാതത്തിൽ നിറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വളർന്ന് കിട്ടും. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് NPK ഒന്ന് തളിച്ചു കൊടുക്കുകയോ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മാത്രം മതി. വേറെ നമ്മളെ എല്ലുപൊടിയോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കോ ഈ വക സാധനങ്ങളൊന്നും ഇതിന് യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെ നട്ടിരിക്കുന്ന ഫിറ്റോണിയാസ് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുമുണ്ട്, നല്ല രീതിയിൽ നിന്നതുമാണ്. പിന്നെ നമ്മുടെ വെള്ളം കയറിയ ആ ഒരു സമയത്ത് അതെല്ലാം പോയതാണ്. അപ്പോൾ എന്തായാലും
ഈ ഒരു മിക്സ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ ചെടികളൊക്കെ മേടിക്കുന്ന കുറേ ചട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്കാണ് ഞാനിപ്പോൾ ഇത് വെക്കുന്നത്. ഒന്ന് പിടിച്ച് കുറച്ചൊന്ന് നന്നായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വലിയ ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അത്യാവശ്യം പരന്ന ചട്ടിയിലോട്ട് മാറ്റാം. കാരണം ഇതിൻ്റെ വേരുകൾ ഒരുപാട് താന്നു പോവാത്ത വേരുകളാണ്. ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ചെടിയാണിത്. അപ്പോൾ ഇത്രയും ഡെപ്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ഒരേപോലെ ഇരിക്കുന്ന ഇത്രയും പോട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇതേ പോട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല വലിയ ഹോളാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിക്സ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ ഒരുപാട് വലിയ തരികളോ അല്ലെങ്കിൽ എന്താ പറയുക പശമണ്ണോ ഒന്നും ഇല്ലാത്ത മിക്സാണ്, പൊടി മിക്സാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ വലിയ ഹോളിനകത്തൂടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഒരുപാട് അടിയിലേക്ക് താഴ്ന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്, ഒരുപാട് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സ് മുകളിൽ നിന്നോളൂ. ഇനി നമ്മൾ അതിനകത്തേക്ക് മിക്സ് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ, നല്ല പൊടി മിക്സാണ് നമ്മുടേത്. ഈക്വൽ അനുപാതത്തിൽ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല എന്താ പറയുക നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവം പോലും ആയിട്ടില്ല, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിക്സാണ്. അപ്പോൾ ഈ ഒരു മിക്സാണ് നമ്മുടെ ഫിറ്റോണിയയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വളരാനായിട്ട് വേണ്ടത്. വേറെ ഒരു വളവും നിങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഞാനിത് പിടിപ്പിച്ചിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നതെന്ന്. അങ്ങനെ ഫുൾ ചട്ടി നിറച്ച ശേഷം ഞാനിപ്പോൾ ഒരു 11 ചട്ടി എടുത്തിട്ടുണ്ട്. ആ 11 ചട്ടി നിറച്ച ശേഷം പ്ലാന്റ് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചിലർ ഈ ഒരു ജിഫി ബാഗിനകത്ത് വരുന്ന പ്ലാന്റ് അതേപടി ഇറക്കി വെക്കുന്ന കാണാം. പക്ഷേ ഞാനത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് അത് ഒന്ന് ചിലപ്പോൾ ഞാനത് ആ ബാഗ് എടുത്ത് കളയും. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 90% ബാഗ് ഇങ്ങനെ കീറിയിട്ടേ വെക്കാറുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടി അതിൻ്റെ വേരുകൾക്കൊക്കെ ഇറങ്ങാനും ഒക്കെ ആയിട്ട് സൗകര്യം എന്ന് എനിക്ക് തോന്നുന്നു. പോട്ടി മിക്സ് എല്ലാം നിറച്ച ശേഷം നമുക്കിനി വെള്ളം കൊടുക്കാം. വെള്ളം കൊടുക്കുമ്പോൾ ഇത് ഒരു കുപ്പി എടുത്ത് നിങ്ങൾ അതിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഈ ഹോൾ വഴി ഇങ്ങനെ വേണം ആദ്യം വെള്ളം കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഈ ചീരക്കൊക്കെ ഒഴിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ വെള്ളം കണ്ടോ ഒരു തരി പോലും മേളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നില്ല, എല്ലാം നല്ല സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ആ ഒരു മിക്സാണ് ഇതിന് വേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കുകയേ ചെയ്യേണ്ട, ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് നിന്നോളും. ഓക്കെ, പിന്നെ പ്ലാന്റ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് വെച്ചിട്ട് 7 ദിവസമായി. 7ാമത്തെ ദിവസം എന്താ കണ്ടില്ലേ, ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 7 ദിവസമായി. പ്ലാന്റിൻ്റെ വളർച്ച നിങ്ങൾ കണ്ടില്ലോ, നല്ല രീതിയിൽ പ്ലാന്റ് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആരോഗ്യം എന്താണെന്ന്. ഇപ്പോൾ പ്ലാന്റ് പിടിച്ചിട്ടില്ല, അത്യാവശ്യം ഹെൽത്തി ആയിട്ടല്ല നിൽക്കുന്നതെങ്കിൽ പ്ലാന്റെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റാണിത്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വാടിയ പോലെ നിൽക്കും. ഇതൊന്നുമില്ല, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുകയാണ്, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്, നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫിറ്റോണിയ പ്ലാന്റ് വേണ്ടവരൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നട്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പിടിച്ച് കിട്ടും. എന്നിട്ട് എല്ലാവരും ടെറേറിയത്തിലൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്നിട്ട് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.